ഫ്രണ്ട്സ്, ഞാനിന്ന് കാന്താരി മുളകിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിച്ച എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് തരികയാണ്. അറിവല്ല, എനിക്ക് ഇതൊന്ന് കിട്ടിയ ഗുണം അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇത് 2-3 ദിവസം മുമ്പ് അറുത്ത് വെച്ച കാന്താരി മുളകാണ് കേട്ടോ. പൊടിയിൽ നിറയുണ്ട്. ഞാൻ അറുത്ത് വന്നത് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മെഴുക്ക് വരട്ടിക്കൊക്കെ ഇത് ചതച്ചിടും. എനിക്ക് ഇങ്ങനെ ഒരു മുളക് ആദ്യം കിട്ടിയതാണ്. അപ്പോൾ അത് വിത്ത് പാവിയിട്ട് നിറയെ തൈകളാക്കി തൊടിയിൽ നിറയെ തൈകൾ മുളച്ചുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ വിത്ത് പിന്നെ ഉണ്ടായിട്ട് പിന്നെയും ചെടികൾ നിറയെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രക്തശുദ്ധി വരുത്തും. ശരിക്കും ഇത് പറഞ്ഞാൽ നമ്മൾ പിക്കിളിട്ടിട്ടോ അങ്ങനെ ഇട്ടിട്ടോ ഒന്നുമല്ല കഴിക്കേണ്ടത്. ശരിക്കും നമ്മളിത് വെറും ചോറിൽ 3-4 മുളക് എടുത്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഗുണങ്ങളെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവല് വല്ലാതെ കുറയ്ക്കും. 1 മാസം കൊണ്ടൊക്കെ നമുക്ക് നല്ല വ്യത്യാസങ്ങൾ വരാം. ഒരു 3-4 മുളക് എടുത്തിട്ട് പച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം ചോറും കൂട്ടണം കേട്ടോ, അല്ലെങ്കിൽ നല്ല എരിവല്ലേ, ഇത് സഹിക്കില്ല അതിൻ്റെ എരിവ്. അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസത്തിൽ ഒരു ആഴ്ചയിൽ ഒരു തവണ അങ്ങനെ മാസത്തിൽ 4 തവണ കഴിച്ചാലും മതി. നല്ല വ്യത്യാസമാണ് കേട്ടോ കൊളസ്ട്രോളിന്. അത് ഇങ്ങനെ തന്നെ നമ്മുടെ ബ്ലഡിലെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നല്ലതാണ്, നല്ല ശുദ്ധി വരുത്തും. അങ്ങനെയാണ്. അപ്പം എനിക്കിവിടെ നിറയുണ്ട്, ഈ വീട്ടിൽ നിറയുണ്ട് ഞങ്ങളുടെ വളപ്പിൽ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓരോന്നും ഇറക്കാൻ ഒത്തിരി പാടുപെടാറുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഇത് നമ്മൾ കത്രിക വെച്ചിട്ട് അതിനെ എടുക്കാറ് പറിക്കാൻ അത്ര കൈ കുഴയാനൊക്കെ തുടങ്ങും. അപ്പോൾ അങ്ങനെ കത്രിക വെച്ചിട്ട് പടപടയെന്ന് എടുക്കാറുള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും, അറുത്ത് കൊടുക്കും, അല്ലെങ്കിൽ വന്ന് അറുക്കും, വേണ്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതിനിപ്പോൾ നമ്മുടെ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോന് വന്നിട്ട് 800-1000 രൂപയൊക്കെ വിലയുണ്ട്. നല്ല മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറയുമ്പോൾ കൊടുക്കാറൊന്നുമില്ല. വേണ്ടപ്പെട്ടവർക്കൊക്കെ വന്ന് ചോദിച്ചാൽ കൊടുക്കും, ആരാ ചോദിച്ചാൽ അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അധികം വന്നത് എന്ത് ചെയ്യും, ഞങ്ങൾ പിന്നെ സാധാരണ മെഴുക്ക് വരട്ടിക്കൊക്കെ ഇതെടുക്കാറുണ്ട്. കറിക്കും അല്ല, ഒത്തിരി നല്ല ചൊടിയാണല്ലോ, ഒരു പ്രത്യേക രസമാണിത്. അപ്പോൾ ബാക്കി വന്ന മുളക് ഞാൻ എന്ത് ചെയ്തു, ഇതൊരു 3 വർഷം മുമ്പ് ഉണ്ടാക്കിയ പിക്കിളാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു ഒന്നുമില്ല, ഭയങ്കര ഹാർഡായിട്ടിരിക്കണം, ഭയങ്കര ടേസ്റ്റാണ്.